ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാർട്ട് 4 വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരെണ്ണം മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് നമുക്ക് സ്പെയർ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതുപോലെ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വൺ സൈഡ് പോയ ലൈറ്റ് ഒരെണ്ണം എടുക്കുകയാണ്. ഒരു സൈഡിൽ LED മാത്രം കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ LEDകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പഴയ ഒരു ബൈക്കിൻ്റെ ഇൻഡിക്കേറ്റർ സ്ക്രാപ്പ് കിടപ്പുണ്ടായിരുന്നു. അത് ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റ് ആ ഡയമീറ്ററിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു യെല്ലോ ലൈറ്റ് വരുമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ആ ഒരു റൗണ്ടിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. 2 പീസ് അതുപോലെ ഉണ്ടാക്കിയെടുത്തു. 2 കുപ്പിയുടെ അടപ്പുകൾ കറക്റ്റ് ആ ഡയമീറ്ററിനുള്ള കിട്ടിയായിരുന്നു. അത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതിലേക്ക് വേണം നമുക്ക് LED ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സോൾഡറിങ് ആണ് വെച്ച് LEDയുടെ ആ ഒരു അളവിന് നമ്മളിങ്ങനെ 2 എണ്ണം തുളച്ച് കൊടുക്കുന്നുണ്ട്. 2 LED ആണ് അവിടെ ഒരു സൈഡിൽ വരുന്നത്. അതിനുശേഷം ആ പുറത്തെ ഗ്ലാസ് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഗ്ലാസ് ഒട്ടിച്ച് എടുത്തു. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. LEDയുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ വയറൊക്കെ അൺഈവനായിട്ട് കിടക്കുന്നത് വലിഞ്ഞ് പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഫിക്സ് ചെയ്തു. ബാക്കിൽ ആ ഫാൻസി ലൈറ്റും പോയിട്ടുണ്ടായിരുന്നു, കവറിങ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അക്രലിക് ഷീറ്റിൻ്റെ പീസുകളാണ് എടുത്തേക്കുന്നത്, ക്ലിയർ. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് നമ്മൾ കറക്റ്റ് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ഒരു ഇൻസുലേഷൻ ടൈപ്പിൻ്റെ കറക്റ്റ് ഡയമീറ്റർ ആയിരുന്നു. അത് വെച്ചിട്ടായിരുന്നു നമ്മൾ അക്രിലിക് ഷീറ്റ് റൗണ്ടിന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 4 പീസ് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടവർക്കറിയാം, ഇതിൻ്റെ ലൈറ്റുകളെല്ലാം പോയതായിരുന്നു, അതിൻ്റെ വയറുകളെല്ലാം. അത് മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റൊക്കെ വെച്ച് സോൾഡർ ചെയ്ത് ഡാൻസിങ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ്, കളർ മാറി മാറി വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ആ നമ്മൾ കട്ട് ചെയ്തെടുത്ത അക്രിലിക് ഷീറ്റിൻ്റെ പീസുകൾ ഒട്ടിച്ചെടുത്തു. ഈ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കർ കേട് വന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ മാഗ്നറ്റൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ചൈനക്കാരന് പറ്റിയ ചെറിയൊരു അബദ്ധമാണ്. കാരണം സ്റ്റിയറിംഗ് റോഡിൻ്റെ കറക്റ്റ് അടിയിൽ വളരെ ക്ലോസ് ആയിട്ടായിരുന്നു ആ ഒരു സ്പീക്കർ അവർ സെറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റിയറിംഗ് റോഡ് ഇരുമ്പായതുകൊണ്ട് തന്നെ ആ മാഗ്നറ്റ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സ്പീക്കറിൻ്റെ കറക്റ്റ് അളവിനെ കുറച്ച് പൊസിഷൻ മാറ്റി തുളകൾ ഇട്ടെടുത്തിട്ട് അവിടെ ആ സ്പീക്കർ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ മാഗ്നറ്റ് സ്റ്റിയറിംഗ് റോഡിൻ്റെ ഇരുമ്പുമായിട്ട് കോൺടാക്റ്റിൽ വരാതിരിക്കുകയും നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ വർക്കാണ്. മെയിനായിട്ട് ഒരു പവർ സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ചാണ്. നിങ്ങൾക്കറിയാം, സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടെർമിനൽ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴത്തേക്കും കറണ്ട് പാസ് ചെയ്തിട്ടാണ് വണ്ടി ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും. അതിന് പകരമായിട്ട് നമ്മൾ ബജാജ് പെട്രോൾ ഓട്ടോറിക്ഷയുടെ കീ സെറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് 4 വയറുകൾ വരും. അതിൻ്റെ അകത്ത് 2 വയറുകളെ നമുക്ക് ആവശ്യമുള്ളൂ. ബാലൻസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി ഈ കീ സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ആ ചെറിയ ഓൺ ഓഫ് സ്വിച്ച് ഇരുന്ന ഹോളൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഡ്രിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനത് വലുതാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഈ നട്ടിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ നട്ടാണ്, നട്ടിട്ടിട്ട് ആ പാനലിലേക്ക് നന്നായിട്ട് ടൈറ്റായി ഫിക്സ് ചെയ്തു. ഇനി ഓൾറെഡി സ്വിച്ചിലേക്ക് വന്നിരുന്ന 2 വയറുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ കീ സെറ്റിലേക്ക് കൊടുത്തെടുക്കണം. കണക്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗിയർ സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഗിയർ സ്വിച്ചും ഫോർവേഡ് ബാക്ക്വേഡ് സ്വിച്ചുമായിട്ട് യാതൊരു വ്യത്യാസമില്ല, ഒരു ലിവർ അഡീഷണൽ വരുന്നേ ഉള്ളൂ. ഒരു എക്സ്ട്രാ പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ അകത്ത് ലൈറ്റിനുള്ള ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തു. ജസ്റ്റ് അതിൻ്റെ അകത്ത് ഇരുന്ന ആ ഒരു റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഗിയർ സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കീ സെറ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കീ ഇട്ട് തിരിക്കുമ്പോഴത്തേക്ക് റൊട്ടേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു 5 പിൻ സോക്കറ്റ് വരും. അത് സ്റ്റിയറിംഗ് എന്നുള്ള മ്യൂസിക്കും ഓണിനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പവർ സോക്കറ്റ് വരും, റെഡും ബ്ലാക്കും. പിന്നെ സ്പീക്കറിലേക്കുള്ള ഒരു 2 പിൻ സോക്കറ്റാണ്. അത്രയേ ഉള്ളൂ മ്യൂസിക് ബോർഡിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് ആക്സിലറേറ്റർ പെഡൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ 2 വയറുകളും കറണ്ടിട്ടുണ്ട്. ഇത്തരം വണ്ടികൾക്ക് 2 ടൈപ്പ് ആക്സിലറേറ്റർ പെഡലാണ് വരുന്നത്. ഒന്ന് സ്വിച്ച് ടൈപ്പും 2 ഇതുപോലെ 2 പ്ലേറ്റുകൾ വെച്ചിട്ട് അത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴത്തേക്കും കറണ്ട് പാസ് ചെയ്തിട്ട്. ഇത് പ്ലേറ്റ് ടൈപ്പാണ്. ഇതാണ് കൂടുതൽ ലൈഫ് ഉള്ളത്. പക്ഷേ ആ കോപ്പർ പ്ലേറ്റ് ആണ്, അത് പെട്ടെന്ന് ക്ലാവ് കയറും. അതുകൊണ്ട് ആ ക്ലാവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വേറെ പുതിയ വയർ, നല്ല കോപ്പർ വയർ ഇട്ടിട്ട് സോൾഡർ ചെയ്തെടുക്കുകയാണ്. ഈ സ്വിച്ചിൻ്റെ 2 ടെർമിനലും ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് റീസെറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് വരും. ആ സ്പ്രിങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. ആക്സിലറേറ്റർ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ആ വയർ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കണക്ഷൻ കൊടുത്തെടുക്കേണ്ടതുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബാറ്ററിയും മദർ ബോർഡും ഒക്കെ സെറ്റ് ചെയ്ത് വണ്ടി റണ്ണിങ് ആക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്